എന്തായാലും പന്തളം രാജകുടുംബം ആണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള ശ്രീ മധു മണിമല ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ മധു, ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്ത താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഞങ്ങളുടെ അന്വേഷണത്തിൽ കാലങ്ങളായി തന്നെ ഈ ശബരിമലയുമൊക്കെയായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വിശ്വാസി സമൂഹത്തെ നൊമ്പരപ്പെടുത്തുന്നത് കൊണ്ടും അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടും ആരും പുറത്തു പറയാനൊന്നും തയ്യാറായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? ശബരിമല മേൽശാന്തി നിയമനത്തില് ഇപ്പോഴത്തെ നിലവിലത്തെ മേൽശാന്തി മുൻപ് പല തവണ അപേക്ഷ കൊടുത്തിട്ട് അത് റിജക്റ്റ് ആയി പോയിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗം ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷണം നടത്തി നിർദ്ദിഷ്ട യോഗ്യതകൾ ഇല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. എന്റെ അന്വേഷണത്തിൽ അറിഞ്ഞ കാര്യമാണ്. അതിനുശേഷം ഇദ്ദേഹം അപ്പീൽ കൊടുത്ത് അങ്ങനെയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം മേൽശാന്തി ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെട്ടത്. അപ്പൊ ശബരിമല മേൽശാന്തി ആയിട്ടിരിക്കുന്നയാള് കൃത്രിമമായിട്ട് ഈ അപ്പീൽ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ വിശദമായ ഒരു പരിശോധന നടക്കേണ്ടതല്ലേ? പരിശോധന നടത്തിയിട്ടില്ല. അത് രാഷ്ട്രീയ താല്പര്യം കൊണ്ട് ദേവസ്വം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റു ഉള്ള ആൾക്കാർ ഇദ്ദേഹത്തിന്റെ അപ്പീൽ പരിഗണിച്ചാണ് ഇദ്ദേഹത്തെ മേൽശാന്തി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇന്നലെ ഈ വാർത്ത ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞാൽ VN വാസവന്റെ ഉൾപ്പെടെയുള്ള ഇടപെടലിനെ തുടർന്നാണ് ഈ പട്ടികയിൽ കയറിയത് എന്നാണോ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇന്നലെ പ്രധാനപ്പെട്ട ഒരാള് മുൻ ദേവസ്വം മന്ത്രി VN വാസവനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രശാന്തിനെയും ഒക്കെ ബന്ധപ്പെട്ടു. പക്ഷെ അവരൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ശബരിമല വിശ്വാസി സമൂഹത്തിന് മൊത്തത്തിൽ ഒരു നാണക്കേടാണ്. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ തീ കോരിയിടുന്ന സംഭവം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ വിവാദങ്ങൾ ശബരിമല സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ശബരിമല മേൽശാന്തി നിയമനത്തിന് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന നിർദ്ദിഷ്ട യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് ആ യോഗ്യതകളില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തന്നെ വിജിലൻസ് വിഭാഗം അന്വേഷിച്ച് കണ്ടെത്തി അവരാ വിവരം ദേവസ്വം ബോർഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അപ്പീലിന്റെ രൂപത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊരു അപ്പീലും ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും അറിയാതിരിക്കില്ലല്ലോ. അറിയാതിരിക്കില്ല. അവരതിന് മറുപടി പറയാൻ തയ്യാറാവുന്നില്ലല്ലോ. നിങ്ങളൊരു പ്രതികരണം അവരുടെ രണ്ടുപേരും ചോദിച്ചേ. അല്ല, ഞങ്ങൾ ശ്രമിച്ചതാണ്, ലഭിക്കുന്നില്ല. അവരെടുക്കുന്നില്ല. ഇന്നലെ പല ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അവരൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ പറയുന്നത് ഇതിൽ പ്രതിക്കൂട്ടിലേക്ക് വരേണ്ടത് മുൻ ദേവസ്വം മന്ത്രിയായ VN വാസവനും പ്രശാന്തും ഉൾപ്പെടെയുള്ളവരാണ്. അല്ല, ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞാനും എന്നെ പോലുള്ള ആൾക്കാരും വിശ്വസിക്കുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ ശബരിമലയെ സംബന്ധിച്ച് നടക്കുന്ന സർവ്വ തരികൾക്ക് പിന്നിൽ ഒരു വലിയൊരു ശക്തിയുണ്ട്. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആളാരാ? തന്ത്രിയല്ല ഇന്റർവ്യൂ ചെയ്യുന്നത്. ദേവസ്വം മന്ത്രിയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലല്ലോ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ ആ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടെന്ന് അറിയാമല്ലോ. യോഗ്യത ഉണ്ടോ ഇല്ലെന്ന് അദ്ദേഹത്തിന് പരിശോധിക്കാമല്ലോ. ഇനി മുതൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ശബരിമല മേൽശാന്തി നിയമനത്തിന് എഴുത്തു പരീക്ഷ നിർബന്ധമാണ്, സംസ്കൃതം നിർബന്ധമാണ്. അവിടെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ പഴയ പ്രതികരണങ്ങൾ ഇതിനോടൊക്കെ ചേർത്ത് വെച്ച് പോകേണ്ടതായി വരുമെന്ന് തോന്നുന്നു. അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിലൊക്കെ പലരുടെയും ഇടപെടലുകളുണ്ട്, താൻ മാത്രമല്ല എന്ന് പറയുമ്പോൾ ഇത് കാലങ്ങളായി ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ശബരിമല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ ശബരിമല മേൽശാന്തി നിയമനത്തിന് അപേക്ഷ നൽകിയിരുന്ന ഒരാളാണ് ബ്രഹ്മശ്രീ സുരേഷ് പോറ്റി. അദ്ദേഹം വൈക്കം സ്വദേശിയാണ്. അദ്ദേഹം ശബരിമലയിൽ കീഴ്ശാന്തി ആയിരുന്നു, പമ്പയിൽ മേൽശാന്തിയായിരുന്നു. അദ്ദേഹം അപേക്ഷ കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ പേര് പരിഗണിച്ചില്ല. അദ്ദേഹത്തിന് യോഗ്യത ഇല്ലാഞ്ഞിട്ടില്ല, അദ്ദേഹം ഇവരാവശ്യപ്പെട്ട പൈസ കൊടുക്കാൻ തയ്യാറാവാതിരുന്നത് കൊണ്ട് അദ്ദേഹം അന്ന് തന്നെ എന്നോട് വിവരം വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഈ കാര്യം ന്യൂസ് 8ന്റെ റിപ്പോർട്ടർ ടോമിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ചോദിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ മനോജ് എംബ്രാന്തിരി. അതായത് താങ്കൾ പറയുന്നത് ഏത് നിലയിലുള്ള പണം കൊടുത്തില്ല എന്ന്? അതായത് പ്രാഥമികമായിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ 5 ലക്ഷം രൂപ തന്ത്രിക്ക് കൊടുക്കണം. പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ. ലിസ്റ്റിൽ വന്ന് അയാൾക്ക് നറുക്ക് വീണില്ലെങ്കിൽ 3 ലക്ഷം രൂപ കഴിച്ച് 2 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കും. അപ്പോൾ താങ്കൾ പറയുന്നത് ഇത് തന്ത്രി കുടുംബം കൂടി അല്ലെങ്കിൽ തന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ കള്ളത്തരം നടത്തുന്നത് അല്ലെ? തന്ത്രി അറിയാതെ, ഞാൻ അന്നും ഇന്ന് എന്നും പറയുന്ന ഒരു കാര്യമാണ്, ശബരിമല തന്ത്രി അറിയാതെ ശബരിമല ഒരു ഈച്ച പോലും അനങ്ങത്തില്ല.
ഞാൻ പേരെടുത്ത് പറഞ്ഞല്ലോ, ശബരിമലയിൽ കീഴ്ശാന്തി ആയിരുന്നയാള്, പമ്പയിൽ മേൽശാന്തി ആയിരുന്നയാള്, വൈക്കം സ്വദേശി സുരേഷ് പോറ്റി, അദ്ദേഹം അന്ന് തന്നെ അത് പരാതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് യോഗ്യത ഇല്ലാഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ പേര് പരിഗണിച്ചില്ല. ഇതിന്റെ അകത്തൊരു അധോലോക സംഘം, മുൻ ശബരിമല മേൽശാന്തിമാരുൾപ്പെടുന്ന, മുൻ മാളികപ്പുറം മേൽശാന്തിമാരുൾപ്പെടുന്ന ഒരു മേൽശാന്തി സമാജം എന്ന് പറയുന്ന ഒരു സംഘടനയല്ല, ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം. അവരുടെ ഇടപെടൽ ഇതിന്റെ അകത്തുണ്ട്. അവർക്ക് പൈസ കൊടുത്താൽ അവർ ആർക്ക് വേണമെങ്കിലും മേൽശാന്തി സ്ഥാനത്തേക്ക് പരിഗണിക്കത്തക്ക രീതിയിൽ അവർ തന്ത്രിയോട് ശുപാർശ ചെയ്യും. അവരതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുക്കും. ഇവിടെ അധോലോകം തന്നെയാണ്. ഇവർ ശബരിമലയുടെ പേരിൽ തീവെട്ടിക്കൊള്ളയാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അതായത് ഈ കണ്ഠരര് മഹേഷ് മോഹനര് ഉൾപ്പെടെയുള്ളവരാണ് ഈ പണം വാങ്ങുന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? മഹേഷ് മോഹനല്ല, മഹേഷ് മോഹൻ ഒരു ജൂനിയറാണ്. ശബരിമല ഇപ്പം അപ്പൊ രാജീവരാണോ ഇത് വാങ്ങുന്നത്? അല്ല, പറയട്ടെ, 2006 ഈ തന്ത്രി മോഹനര് എറണാകുളത്തുണ്ടായ ഫ്ലാറ്റിലുണ്ടായ ഒരു സംഭവം, ശോഭാ ജോണുമായിട്ട് അദ്ദേഹം ശോഭാ ജോണിന്റെ സംഭവം അല്ലേ? ആ സംഭവം തന്ത്രി മോഹനര് മാറി നിൽക്കുക. അദ്ദേഹത്തെ മാറ്റിയല്ല, അന്നത്തെ ബോർഡ് ജി രാമനാഥന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറഞ്ഞു. താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന് വിലക്കേർപ്പെടുത്തില്ല. അദ്ദേഹം ദേവസ്വം അന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മാറിയതാണ്. പക്ഷെ അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി വിധി ഉണ്ടായിട്ടും 20 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ശബരിമല പുനഃപ്രവേശിപ്പിച്ചിട്ടില്ല. അതിനുശേഷം മഹേശ്വരൻ അദ്ദേഹത്തിന് പ്രായാധികമായി, അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ശബരിമലയുടെ മുഖ്യ തന്ത്രിയായിട്ട് അഭിനയിക്കുന്നത് രാജീവ് തന്ത്രിയാണ്. അഭിനയിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ശബരിമലയുടെ കാരായ്മ അവകാശം എന്ന് പറയുന്നത് താഴമൺ മഠത്തിനാണ്. താഴമൺ മഠത്തിലെ കീഴ്വഴക്കം അനുസരിച്ച് ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്നയാള്, എക്സ് ഓർ വൈ ആരും ആയിക്കോട്ടെ, ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്നയാളാണ് ശബരിമലത്തെ താന്ത്രിക അവകാശം കൈയാളേണ്ടത്. അവിടുത്തെ മുഖ്യ തന്ത്രി അദ്ദേഹമാണ്. അദ്ദേഹം ചുമതലപ്പെടുന്നയാളാണ് തന്ത്രിയായിട്ട് പോകുന്നത്. അത് വല്ല രാജീവ് തന്ത്രിയോ ബ്രഹ്മദത്തനോ കണ്ഠര് മഹേഷ് മോഹനരോ അല്ല തന്ത്രി. ശബരിമലത്തെ തന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള തന്ത്രി കണ്ഠര് മോഹനര് തന്നെയാണ്. നിങ്ങൾ ദേവസ്വം രേഖകൾ പരിശോധിക്കേ, ദേവസ്വം ബോർഡിൽ അന്വേഷിക്കില്ല. എന്റെ സംശയം അത് ഞാൻ സമ്മതിക്കുന്നു. താങ്കൾ ഈ പറഞ്ഞ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ആ തന്ത്രി ആര് എന്നാണ് താങ്കൾ പറയുന്നത്? ശബരിമല മേൽശാന്തി നിയമനത്തിന്റെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന രാജീവ് തന്ത്രി അവിടെ നിന്നുമാണ് തിരുവനന്തപുരത്തേക്ക് പോയത്, ഇന്റർവ്യൂവിന് പോയത്. കാരണം അത്രയും പേരുടെ പൈസ കിട്ടും. ഞാൻ വ്യക്തമായിട്ടല്ലേ എനിക്കെതിരെ കേസ് കൊടുക്കണമേ. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. ഞാൻ ശബരിമല വോയിസ് എന്ന ഗ്രൂപ്പിൽ ഇതെല്ലാം ഇട്ടതാണ്. ശബരിമല വോയിസ് എന്ന ഗ്രൂപ്പിലിട്ടാണ്. സുരേഷ് പരി അത് പരാതിപ്പെട്ടതാണ്. അദ്ദേഹം പൈസ കൊടുക്കാൻ. എന്റെ ഒരു സംശയം, എന്തുകൊണ്ടാണ് ഈ ഇത്തരം ആക്ഷേപങ്ങളൊക്കെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം മന്ത്രിയോ ഒക്കെ അറിയാതെ പോകുന്നത്? അത് ഈ കഴിഞ്ഞ വർഷത്തെ നിയമനം നടക്കുന്ന സമയത്ത് പ്രശാന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ജയകുമാർ സാർ പിന്നീട് വന്നത്. ജയകുമാർ സാർ യാതൊരു അഴിമതി കാണിക്കുന്ന ആളല്ല. അദ്ദേഹം സത്യസന്ധനായിട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്നോളം അദ്ദേഹം സത്യസന്ധത വിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിവരം അറിഞ്ഞപ്പോ തൊട്ട് ഇനി അടുത്ത തവണത്തെ മേൽശാന്തി നിയമനത്തിൽ മാത്രമേ ഉള്ളൂ സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ മുൻ വോട്ട് ചെയ്ത കാര്യത്തിന് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം പറയാൻ പറ്റുകയില്ല, നമുക്ക് പറയാനും പറ്റുകയില്ല. അദ്ദേഹം ഇന്നലെ ന്യൂസ് 18 സംസാരിച്ചല്ലോ. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും കാര്യം അദ്ദേഹം വളരെ ഗൗരവത്തോടെ. ഇതൊക്കെ പണ്ട് മുതലേ കേൾവിയുള്ള ഒന്നാണ്. അതായത് ഏതാണ്ട് 25 ലക്ഷം രൂപ വരെയൊക്കെയാണ് കൊടുക്കേണ്ടിയിരുന്നത് എന്നൊക്കെ കേട്ടുകേൾവിയുണ്ട്. പക്ഷെ നമുക്കത് സ്ഥിരീകരിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അതല്ല, ശബരിമലയിലെ മേൽശാന്തിമാരോട് പൈസ മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനകത്ത് തന്ത്രിക്ക് കൊടുക്കേണ്ട കാശ് മണ്ഡലകാലം കഴിയുമ്പം ഒരു വിഹിതം കൊടുക്കണം, മകരവിളക്ക് കഴിയുമ്പോൾ ഒരു വിഹിതം കൊടുക്കണം, പിന്നെ ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം കൊടുക്കണം. അങ്ങനെയാണ് ഒരു വർഷം കൊണ്ട് ഈ പണം കൊടുത്തു തീർക്കുന്നത്. ഇതിന്റെ അകത്ത് ശബരിമലയെ നന്നാക്കാനോ അല്ലെ ശബരിമല അയ്യപ്പനോടുള്ള ഭക്തിവിശ്വാസം കൊണ്ടോ അല്ല. അവർക്ക് ലോട്ടറി അടിച്ചുകൊണ്ടാണ് ശബരിമല മേൽശാന്തി പദം. അതിനകത്ത് യോഗ്യതയുള്ളവരെ കൊണ്ടുവരണം. യോഗ്യത ഇല്ലാത്ത ആൾക്കാർ വരുമ്പോഴാണ് ഈ പ്രശ്നം. ശബരിമല മുൻപ് ഒരു മേൽശാന്തി, മാളികപ്പുറത്ത് മേൽശാന്തിയാണ് ഒരാളുടെ റൂമിൽ നിന്ന് പിടിച്ചത് 118 പാക്കറ്റ് ഹാൻസ്, ഈ 2000 ലിറ്റർ നെയ്യ്. അന്ന് അത് പിടിച്ചത് KL സജിമോൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് വിജിലൻസ് SI. അത് പിടിച്ചു കഴിഞ്ഞ് കേസാകുന്ന അന്നത്തെ മെമ്പർ ഇടപെട്ട് അന്വേഷണ കേസെടുക്കണ്ടാവും. നെയ്ത്തോണി കൊണ്ട് ഒഴിപ്പിച്ചു. ഹാൻസ് കത്തിച്ചു കളഞ്ഞെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹം DYSPയുടെ റിട്ടയറായി, അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിക്കുക. കാരണം ഈ ശബരിമല വന്നിരിക്കുന്ന ഒരാൾ ഹാൻസ് കച്ചവടത്തിനാണ് മാളികപ്പുറം മേൽശാന്തിയായിട്ട് വന്നിരിക്കുന്ന ആള്. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ദേവീ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. എനിക്ക് പേര് പറയുന്നതിന് മടിയൊന്നുമില്ല. കാരണം ശബരിമല നടക്കുന്ന കാര്യങ്ങൾ
ഇപ്പൊ ശബരിമലത്തെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണ സാറിന്റെ സത്യസന്ധത കൊണ്ടാണ്. അദ്ദേഹം യാതൊരു തരത്തിലുള്ള വഴിവിട്ട കാര്യങ്ങൾ ചെയ്യത്തില്ല, ചെയ്യാൻ മറ്റുള്ളവർക്ക് കൂട്ടു നിൽക്കത്തില്ല. അദ്ദേഹത്തിന് ശ്രദ്ധപ്പെട്ട അദ്ദേഹം അപ്പം തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ശരി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളും അതിന്റെ മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടല്ലാതെ ഇത്തരം വലിയ കൊള്ളയൊക്കെ നടക്കുമോ ശ്രീ മധു? ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് സ്വയം ഭരണ പരമാധികാര സ്ഥാപനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റെയും മെമ്പർമാരെയും നിശ്ചയിച്ചു കഴിഞ്ഞാൽ സർക്കാർ അതിന്മേൽ യാതൊരു ഇടപെടൽ നടത്താൻ പറ്റുകയില്ല. കോടതിക്ക് മാത്രമേ എന്തെങ്കിലും ഇടപെടാൻ പറ്റുള്ളൂ. ഇപ്പൊ ജയകുമാർ സാറ് 2 വർഷത്തേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. 2 വർഷം കാലാവധി പൂർത്തിയാകുന്നവരെ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റാ. അദ്ദേഹത്തെ മാറ്റാൻ സർക്കാർ മാറിയോണ്ട് അദ്ദേഹത്തെ മാറ്റാൻ പറ്റുകയില്ല. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് കേരളത്തിലെ ഏത് ഇടതായാലും വടതായാലും മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാരാണ്. മറ്റേ ഹിന്ദു MLA-മാരാണ് മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നത്. അല്ല, താങ്കൾ ഈ പറഞ്ഞത് ശരിയാണ്. അതൊരു ഇൻഡിപെൻഡന്റ് ബോഡി ആണെങ്കിലും അതിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് സർക്കാരിൽ നിന്നാണല്ലോ. അപ്പൊ സ്വാഭാവികമായും ഇത് നമ്മൾ സാങ്കേതികത്വം പറയുന്നതാണല്ലോ ഇൻഡിപെൻഡന്റ് ബോഡി എന്നത്. സർക്കാരിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടാലും അവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടും മെമ്പറായിട്ടും ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കോടതിയെ മാത്രം പേടിച്ചാൽ മതി. സർക്കാരിനെ പേടിക്കണം. സർക്കാർ വിചാരിച്ച് ഇവരെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഏത് സർക്കാരായാലും, LDF ആകട്ടെ UDF ആകട്ടെ, സർക്കാരിന് പിന്നെ ഇല്ലാത്ത ഒരു അധികാരം ഉണ്ടെന്ന് ഭാവിക്കുകയാണ് പലരും. ഇല്ലാത്ത അധികാരം ഇപ്പൊ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ വർഷം ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസൻ ശബരിമല ശ്രീകോവിലിനെ വന്ന് പുറംതിരിഞ്ഞെന്ന് ഭഗവാനെ തൊഴാൻ അദ്ദേഹത്തിന് മനസ്സില്ല. എങ്കിലും പിന്നെ അദ്ദേഹം എന്തിനാണ് ശ്രീകോവിലിന് മുമ്പ് വരുന്നത്? എന്തിനാണ്? ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ഒരു സംഘടനകളും തയ്യാറാവുന്നില്ല. ദേവസ്വം മന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നയാള് അല്ലെങ്കിൽ ആ ചുമതല ഏൽക്കുന്നയാള് ഒരു ഈശ്വര വിശ്വാസി ആയിരിക്കണം. ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ അദ്ദേഹത്തോടെ ഓഫീസിൽ CCTV കാണാമല്ലോ. അദ്ദേഹം എന്തിനാണ് ശ്രീകോവിലിന് മുമ്പിലേക്ക് വരുന്നത്? ഇതൊക്കെ നമ്മളന്ന് ചോദ്യം ചെയ്തിട്ടുള്ള. ശരി, ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് ശബരിമല ക്ഷേത്രം. അവിടുത്തെ മേൽശാന്തി നിയമനത്തിന് കൃത്യമായ മാർഗരേഖ ഉണ്ടാക്കേണ്ട ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. ദേവസ്വം ബോർഡിന്റെ നിർദ്ദിഷ്ട യോഗ്യതകൾ ഇല്ലാത്ത ഒരാൾ ശബരിമല മേൽശാന്തിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അണ്ടറിലെ ദേവസ്വം വിജിലൻസ്, ആ വിജിലൻസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ടിനെ മറികടന്നിട്ടാണ് അപ്പീൽ പ്രകാരം ഇദ്ദേഹത്തെ മേൽശാന്തിയായിട്ട് നിയമിച്ചത്. ഇപ്പം 12 മാസമായി, 8 മാസമായി, ഇനി 4 മാസം കൂടെ ഉണ്ട്. കാരണം കർക്കടകം, ചിങ്ങം, കന്നി, തുലാം 4 മാസം കൂടെ കഴിഞ്ഞാൽ അദ്ദേഹം ചാർജ് എടുത്തുള്ളൂ. പക്ഷെ ശബരിമല ഭക്തരെ സംബന്ധിച്ചിടത്തോളം നിർദ്ദിഷ്ട യോഗ്യതയില്ലാത്ത ഒരാള്, അതും ഒരു തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് രേഖ ഉണ്ടാക്കി, ആ രേഖ അനുസരിച്ചാണ് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത്. പൊതുജനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഇന്നലെ ന്യൂസ് 18 വന്ന വാർത്തകൾ ലോകം മുഴുവൻ പരന്നു കഴിഞ്ഞു. പല IF ഭക്തരും നമ്മളോട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. തീർച്ചയായും വളരെ നന്ദി ശ്രീ മധു ഞങ്ങളോട് പ്രതികരിച്ചതിന്. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അതായത് ശബരിമലയെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. ഒരുപക്ഷെ ശബരിമലയിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ യോഗ്യതയുള്ളവരുണ്ട്. അവർ തഴയപ്പെടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.